ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ പ്രാർത്ഥന ടീച്ചർ വഴി അല്ലേ, നിങ്ങളെ വകയായിരിക്കും അല്ലേ? മുത്തപ്പനും ചെറിയ മുത്തപ്പനും രണ്ട്. അതെ, നമുക്കൊരു യോഗം ഉണ്ടായി കേട്ടോ. അതൊരു അസാധ്യ ഭാഗ്യമാണ് ഇതിൽ പങ്കെടുക്കാൻ. പറശ്ശിനി മടപ്പുരയോളം ഔന്നത്യവും പാരമ്പര്യവുമുള്ള ഒരു ക്ഷേത്രമാണ് കുപ്പംപുഴക്കരയിലുള്ള പടവിൽ ശ്രീ മുത്തപ്പൻ മടപ്പുര. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ മാറി ദേശീയപാതയോരത്താണ് ത്രേതായുഗത്തിന്റെ പുണ്യസ്പർശമേറ്റ ഈ ഭൂമി. ചെണ്ടമേളത്തിന്റെ രൗദ്രതാളം കുപ്പംപുഴയ്ക്ക് ചിരപരിചിതമാണ്. നൂറ്റാണ്ടുകളായി ഈ മേളം പുഴയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്ലാവ് വൃക്ഷത്തെ പ്രധാന പ്രതിഷ്ഠയാക്കി ഇവിടെ പൂജിച്ചു പോരുന്നു. വൃക്ഷത്തിന്റെ കാതൽ തുരന്നെടുത്ത് അതുകൊണ്ട് നിർമ്മിച്ചതാണ് മടപ്പുരക്ക് അകത്ത് പൂജിക്കുന്ന 2 പീഠപ്രതിഷ്ഠകൾ. അതുപോലെ ദൈവം പുറത്തുപയോഗിക്കുന്ന ചിത്രപീഠം ഈ വൃക്ഷത്തിന്റെ ഒരു ശാഖ മുറിച്ചുണ്ടാക്കിയതാണ്. മടപ്പുര നിർമ്മിച്ചത് മുതൽ ഇവിടുത്തെ ഭദ്രദീപം കെടാവിളക്കായി ഇന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ വളരെ ആഘോഷപൂർവ്വം ഉത്സവം നടത്തി വന്നിരുന്നു. തിരുവപ്പന മഹോത്സവകാലത്ത് വൈരാങ്കോട്ടം ശ്രീ പെരുമ്പഴയച്ചൻ ക്ഷേത്രത്തിൽ നിന്നും മത്സ്യ കാഴ്ചവരവ് പടവൽ മടപ്പുരയിലെ ഒരു പ്രത്യേകതയാണ്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കുടകിൽ നിന്നു പോലും ഭക്തജനങ്ങൾ ദർശനത്തിനായി എത്താറുണ്ടായിരുന്നു. അക്കാലത്ത് തറവാട്ടുകാരനവരായിരുന്ന കോരൻ എന്നവരായിരുന്നു മടയൻ. കോരൻ മടയനും മടപ്പുരയിലെ സ്ഥിരം സന്ദർശകനും മഹാസിദ്ധനുമായിരുന്ന മടയൻ എഴുത്തച്ഛനും ആത്മമിത്രങ്ങളായിരുന്നു. ഒരു ദിവസം മാടായിക്കാവിൽ ദർശനം കഴിഞ്ഞെത്തിയ മടയൻ എഴുത്തച്ഛൻ ഹരിജൻകൊടിൽ വെച്ച് നടന്ന ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുകയുണ്ടായി. തിരിച്ച് പടവിൽ മടപ്പുരയിൽ ചെന്ന് ക്ഷേത്രനട തുറന്ന് മുത്തപ്പന്റെ നിവേദ്യമായ മദ്യം നൽകുവാൻ കോരൻ മടയനോട് ആവശ്യപ്പെട്ടു. അക്കാലത്ത് ഹരിജൻ വീടുകളിൽ കയറി ജലപാനം ചെയ്യുന്നത് അശുദ്ധമായി കണക്കാക്കിയിരുന്നതിനാൽ കുളിച്ചു വന്ന ശേഷം നട തുറക്കാമെന്ന് കോരൻ മടയൻ പറഞ്ഞതിൽ കുപിതനായ മടയൻ എഴുത്തച്ഛൻ മനസ്സ് മുഷിഞ്ഞ് തിരിച്ചുപോയി. അതിനുശേഷം പടവിൽ മടപ്പുരയുടെ അഭിവൃദ്ധിക്ക് കുറവ് വരാൻ തുടങ്ങി.
അടുത്ത കാലത്തായി നടന്ന സ്വർണ്ണ പ്രശ്നത്തിൽ മടയനെഴുത്തച്ഛൻ്റെ ഇഷ്ടക്കേടാണ് മടപ്പുരയുടെ യശസ്സിന് മങ്ങലേറ്റതിന് കാരണമെന്ന് കണ്ടു. പ്രശ്നത്തിൽ നിർദ്ദേശിച്ച പ്രകാരം ശൃംഗേരി ശാരദാപീഠം മഠാധിപതി ജഗദ്ഗുരു ഭാരതീതീർത്ഥ സ്വാമികളുടെ ഉപദേശപ്രകാരം മടയനെഴുത്തച്ഛൻ്റെ പ്രീതിക്കായി നവചണ്ഡികായാഗം 1993 സെപ്റ്റംബർ 11 നടത്തുകയുണ്ടായി. ഈ യാഗം നടത്തിയ ഏക മടപ്പുര പടവിൽ മടപ്പുരയാണ്. ഈ ക്ഷേത്രത്തിൽ ശ്രീമുത്തപ്പനെ കൂടാതെ വിഷ്ണുമൂർത്തിക്കും ഗുളികനും കൂടെ സ്ഥാനമുണ്ട്.
ഇതൊരു കമ്മിറ്റിയാണ് നടത്തുന്നല്ലേ, കുടുംബ ഒരു 11 അംഗ കമ്മിറ്റിയാണ് നടത്തുന്നത്. അപ്പം എല്ലാവരും ഇല്ലെന്നുണ്ടല്ലേ? ഇതിൽ കുറച്ച് ആൾക്കാരില്ല, എല്ലാവരും ജോലിക്ക് പോകുന്ന ഇതുണ്ട്. അതെ അതെ, അവൈലബിൾ കമ്മിറ്റി ഇപ്പോൾ അവൈലബിൾ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇന്ന് വർക്കിംഗ് അല്ലേ, അപ്പോൾ അവർ 11 അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ മടപ്പുര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് 3 വർഷമാണ് ഒരു കമ്മിറ്റീൻ്റെ ഇത്. മാറി മാറി വരുന്ന കമ്മിറ്റികളാണ് കംപ്ലീറ്റ്. ഇപ്പോഴത്തെ പ്രസിഡന്റ് പത്മനാഭൻ പുള്ളി ഇന്ന് വർക്കിങ്ങിലാണ്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ മാർച്ച് 3, 4, 5, 6 തീയതികളിലാണ്. മാർച്ച് 3-ാം തീയതി ഇവിടെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു മത്സ്യക്കാഴ്ചയുണ്ട്. അതിവിടെ പുഴയെ പോയിട്ട് പിടിക്കണം. അത് അതിനെന്താ പറയാ, നമ്മൾ മത്സ്യക്കാഴ്ച അതിങ്ങനെ ഒരു തണ്ടിലെല്ലാം. അത് ഏറ്റവും ഒരു പ്രത്യേകതയാണ്, ഇവിടെയുള്ള ഒരു പ്രത്യേകത. അമ്പലത്തിന്റെ ഉള്ളിൽ മത്സ്യം കൊണ്ട് ഒരു കാഴ്ച എന്ന് പറയുന്നത്. മാർച്ച് 3 വരുന്ന 3-ാം തീയതി രാത്രിയാണ് മത്സ്യക്കാഴ്ച. രാത്രിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ കാണുന്നവരെല്ലാം വരട്ടെ അല്ലേ? പരമാവധി അതെ. അത് ഇതങ്ങനെ ഒരു ഞാനെല്ലാം ആദ്യമായിട്ട് കേട്ടതാണ്. അപ്പോൾ ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഞാനത് അറിഞ്ഞത്. അപ്പോൾ അതും ഒരു യോഗമായിരിക്കും. ഇങ്ങനെ ഒരു ഇപ്പോൾ കുറച്ചായിട്ട് മുത്തപ്പൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നത്. അതാണ് അത്ഭുതം. പിന്നെ ഈ നമ്മളിവിടെ തലശ്ശേരി ഒരു മേലോട്ട് മടപ്പുര, അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് ഈ വള്ളുവം കട വന്നത്. ഇപ്പോൾ കഴിഞ്ഞു. അതിന് ഞാൻ നാഗപൂജയിൽ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ പാമ്പ് മേക്കാവ് എന്ന് പറഞ്ഞ നാഗപൂജയുണ്ട്. രാത്രി പോയി അല്ലേ മീനെല്ലാം പിടിച്ച് വരിക. ഭയങ്കര ഒരു കാഴ്ച. അതെ 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 അതല്ല, ഇവർ പറഞ്ഞല്ലോ, അതൊരു അനുഭവം ഒരാൾ പറഞ്ഞല്ലോ അല്ലേ, അതാണ്. അപ്പോൾ ഇനി നാൾക്ക് നാൾ ഇതിങ്ങനെ അല്ലേ പുരോഗതി ആവട്ടെ അല്ലേ. ഇനിയിപ്പോൾ ഊട്ടുവര വരുന്നുണ്ട് അല്ലേ? 19-ാം തീയതി ഒരു ഇവിടുത്തെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി ഒരു കുറ്റിയടിക്കുന്നുണ്ട്. അത് പ്രധാനപ്പെട്ടത് ഒരു ഭക്ഷണശാല ഉണ്ടാക്കാനും ഈ ഓഫീസ് ഇടുന്ന് മാറ്റാനും ഒരു കുളത്തിൻ്റെ പരിപാടി നമ്മൾ തുടങ്ങുന്നുണ്ട്. അതിൻ്റെ കുറ്റിയും കൂടെ നമ്മൾ 19-ാം തീയതി രാവിലെ അടിച്ചിട്ട് അതും കൂടെ ഒന്ന് ശരിയാക്കേണ്ട പരിപാടിയുണ്ട്. 3 ഇവിടെ ഒരു കോൽക്കളി നടക്കാറുണ്ട്. അതും ഒരു കണികുന്ന് കോൽക്കളി സംഘം അത് പിന്നെ നിങ്ങളെ ഇവിടെയുള്ള തന്നെയാ? ഇവിടെയുള്ള അത് നമ്മളിപ്പോൾ അക്കരയുള്ള കണികുന്ന് കോൽക്കളി സംഘത്തിൽ അതെല്ലാ കൊല്ലം ഉണ്ടാവും? എല്ലാ കൊല്ലം ഉണ്ടാവും. ഓ ഓക്കെ ഓക്കെ. ബ്രിട്ടീഷുകാർ ഇരുന്ന് പോകുന്ന സമയത്ത് ഈ സ്ഥലങ്ങളിലെ നരിക്കോട്ട ഇല്ലത്തെ നമ്പൂരിക്ക് കൊടുത്തിട്ടാണ് ബ്രിട്ടീഷുകാർ പോയിട്ട്. നരിക്കോട്ട ഇല്ലത്തെ നമ്പൂതിരി നമ്പൂതിരെ സ്നേഹിതരാണ് പട്ടൂർത്ത് ഇല്ല നമ്മളെ പൂർവിക അച്ചപ്പന്മാർ. അവർക്ക് കുറേ സ്ഥലങ്ങൾ പാട്ടത്തിന് കൊടുത്തു. അച്ചപ്പന്മാർക്ക് നമ്പൂരി കൊടുത്തു. നമ്പൂരി പാട്ടത്തിന്. ഇതും മാത്രമല്ല, ഈ സ്ഥലം മാത്രമല്ല, ഈ ഭാഗത്ത് ഒരുപാട് സ്ഥലങ്ങൾ നമ്പൂരി പാട്ടത്തിന് കൊടുത്തു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.